കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹം നിമിത്തം പൗലോസ് എഫേസ്യർക്കുള്ള ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വളരെ പ്രസക്തമായ ഒരു പ്രയോഗമാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചു കിടന്നിരുന്നപ്പോൾ, ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നമ്മൾ ജീവിച്ച് ഇരുന്നപ്പോൾ, ആകാശത്തിലെ അധികാരത്തിന്റെ അധിപതിക്ക് നാം കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ മരിച്ചു കിടന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തി തന്നോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന മഹാഭാഗ്യകരമായ അനുഭവത്തിനായിട്ട് സ്തോത്രം. അതിൽ എൻ്റെ കൂട്ടവകാശികളും സ്വർഗത്തിലെ സഹപൗരന്മാരുമായ നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരുമിച്ച് നൽകുന്ന ഈ നല്ല ആത്മീയ സംഗമത്തിനായി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. കൂട്ടായ്മ നമുക്ക് വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തീയ ജീവിതം വ്യക്തിപരമാണെങ്കിലും ഒറ്റയാൻ ജീവിതമല്ല. ഇറ്റ് ഈസ് പേഴ്സണൽ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ക്വയറ്റ് പേഴ്സണൽ. ക്രിസ്തീയ ജീവിതം തികച്ചും വ്യക്തിപരമാണ്. എന്നാൽ നാം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫെലോഷിപ്പ്. കൂട്ടായ്മ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ആ കൂട്ടായ്മ ബന്ധത്തിൽ നമുക്കായിരിക്കാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. 16-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അതെ, ഭൂമിയിൽ ഉള്ള വിശുദ്ധന്മാർ അല്ലെങ്കിൽ അവരോടുള്ള കൂട്ടായ്മ നമുക്കേറെ പ്രസാദകരം, സന്തോഷകരം, ആനന്ദകരമാണ്. ആ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ പിന്നെയും വഴി നടത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. അതിൽ നിന്ന് ഫിലദൽഫിയ സഭയോട് ക്രിസ്തു എങ്ങനെയാണ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്, സഭയുടെ അവസ്ഥ, ക്രിസ്തു ഏതെല്ലാം വിഷയങ്ങളിലാണ് ഫിലദൽഫിയ സഭയെ അനുമോദിക്കുന്നതെന്ന് കണ്ടു. മൂന്നാമത്, ഇതര സഭകളെ പോലെ ഫിലദൽഫിയയെ യേശുക്രിസ്തു ഒരു വിഷയത്തിലും ശാസിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ കർത്താവിന് കുറ്റം പറയത്തക്കതുപോലെ, വിമർശിക്കത്തക്കതുപോലെ ഒന്നും ഇല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചു. നാലാമതായി, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വാർണിങ്സ്, കർത്താവ് അവർക്ക് കൊടുക്കുന്ന ചില മുന്നറിയിപ്പുകളാണ്. ഈ മുന്നറിയിപ്പുകൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഈ മുന്നറിയിപ്പുകൾ നിഷേധാത്മകമായ കാര്യങ്ങളല്ല. അതിൽ നാം ഒന്നാമത്തേതാണ് ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് കള്ള യഹൂദന്മാരെ
സാത്താന്റെ പള്ളിയിൽ നിന്ന് കർത്താവ് വരുത്തും. മറ്റൊന്നിനുമല്ല, അവർ സഭയുടെ മുൻപിൽ, സത്യസഭയുടെ മുൻപിൽ വന്ന് കീഴടങ്ങും. അവരുടെ വ്യാജം പിടിക്കപ്പെടും. സഭ വിവേചനപരമുള്ള സഭയായിരിക്കും. This church will be a church with the discerning power of the Spirit. അതുകൊണ്ട് വ്യാജന്മാരെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ സഭകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അതിപ്രധാന ഘടകമാണ് വിവേചനപരം. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് എങ്ങനെയും സഭയെ കബളിപ്പിക്കാം എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. സാത്താന്റെ ദൂതന്മാര് പോലും വന്ന് നമ്മുടെയൊക്കെ സഭകളിൽ ഭയങ്കര ഉണർവ് ശുശ്രൂഷകളൊക്കെ നടത്തി കാശും മേടിച്ച് ചിലരെയൊക്കെ വഷളാക്കി ദുരുപദേശവും പഠിപ്പിച്ച് ദുരാത്മാവിനെ വ്യാപരിപ്പിച്ച് ഇറങ്ങിപ്പോവും. അവർ പോയി കഴിഞ്ഞിട്ടോ ചിലപ്പോൾ അവർ പോയി നാളുകൾ കഴിഞ്ഞ ശേഷമോ ഒക്കെയാണ് അവരെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ കേൾക്കുമ്പോൾ അയ്യോ, ഈ വ്യാജന്മാരായിരുന്നു ഇവിടെ വന്ന് ആത്മാവിറക്കിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ സംഗതിയാണ് വിവേചനപരം. എല്ലാ സഭകളും, എല്ലാ ശുശ്രൂഷകന്മാരും, എല്ലാ ദൈവമക്കളും അത് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ള, സരളമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വിശുദ്ധരായിട്ട് ജീവിച്ചാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വ്യാജന്മാരെ പ്രത്യേകിച്ച് ശ്രമങ്ങളൊന്നും കൂടാതെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. വ്യാജന്മാർക്ക് അവരുടെ ചരക്ക് ദൈവസാന്നിധ്യം ഉള്ളിടത്ത് വിൽക്കാൻ പറ്റുകയില്ല. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടല്ലോ? വ്യാജന്മാർക്ക് തിരുസാന്നിധ്യമുള്ളിടത്ത് അവരുടെ സാധനം, അവരുടെ ചരക്കുകൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റില്ല. ഒന്ന്, അവർ അകത്തുനിന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് അവരുടേതൊന്നും വിലപ്പോകത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും ഇറക്കാൻ ശ്രമിച്ചാൽ തന്നെ ദൈവാത്മാവ് വിവേചിക്കും. ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടും, ഇല്ലെങ്കിൽ അവർ ഇറങ്ങി പൊയ്ക്കളെ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ഗസ്റ്റായിട്ട് വന്ന പാസ്റ്റേഴ്സ് ഒക്കെ 3 ദിവസത്തേക്കൊക്കെ ക്ഷണിക്കപ്പെട്ട് വന്നതാ. ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോഴേ ഹോസ്റ്റ് പാസ്റ്ററോട് പോലും പറയാതെ വെട്ടിയെടുത്തോണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്. നിൽക്കാൻ വയ്യ, ഈ പ്രസംഗിച്ചതിന് കാശും വേണ്ട, ഫ്രീ ആയിട്ട് പ്രസംഗിച്ചു, അവർ സ്ഥലം കാലിയാക്കി. പറ്റില്ല അവർക്ക്. ഇവിടെ അതാണ് പറയുന്നത്, വ്യാജന്മാര് വരും. പക്ഷേ നീ അതിനെക്കുറിച്ചൊന്നും പ്രയാസപ്പെടണ്ട. നിന്റെ മുമ്പിൽ അവർ കീഴ്പ്പെടും, മുട്ടുമടക്കും. വേറെ ഒന്നും കൊണ്ടല്ല, കർത്താവ് അവരോടുകൂടെ ഉള്ളതുകൊണ്ട്. നമുക്കും ഇന്ന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. സ്തോത്രം. നമ്മൾ പാട്ട് പാടുന്ന പോലെ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. കർത്താവ് നായകനായി നമ്മോട് കൂടെ നമ്മുടെ മുൻപിൽ നടകൊള്ളുന്നെങ്കിൽ യാതൊരു ശത്രുവിനും സഭയുടെ മേൽ ജയമെടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, സാധിക്കത്തില്ല. അതാണ് നാം ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നു. രണ്ടാമത് കർത്താവ് അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും
വരുവാനുള്ള പരീക്ഷാക്കാലത്ത് ഞാനും നിന്നെ കാക്കും. ഈ വാക്യത്തിൽ നമുക്ക് ഒരു താക്കീത് അഥവാ മുന്നറിയിപ്പുമുണ്ട്, വാഗ്ദത്വമുണ്ട്. മുന്നറിയിപ്പാണ്, there comes a universal time of tribulation, a universal time, a time of universal temptation. സർവലോകത്തിലും ഒരുപോലെ സംഭവിക്കുന്ന ഒരു പീഡനം, ഒരു പരീക്ഷാകാലം വരുന്നു എന്ന് കർത്താവ് ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാം ഇന്നത്തെ പോലെ സ്വൈര്യമായി പോകില്ല. സകല ലോകത്തിലും സാർവത്രികമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ടൈം സോണുകളിലും ഒരേപോലെ സംഭവിക്കുന്ന ഒരു പീഡനകാലം, ഒരു പരീക്ഷാകാലം നമുക്ക് സാധാരണ ഭാഷയിൽ മഹാപീഡനം എന്ന് അതിനെ വിളിക്കാം. യേശു കർത്താവ് അതേപ്പറ്റി മുന്നറിയിപ്പ് നൽകി. കർത്താവ് നൽകിയ മുന്നറിയിപ്പാണ് മത്തായി 24:21 വാക്യം. മാത്യു 24:21. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ഇപ്പോഴൊക്കെ സംഭവിക്കുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ സംഭവിച്ച ക്രൈസ്തവ പീഡനങ്ങളിൽ നിന്നും ലൗകികമായ പ്രശ്നങ്ങളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസമാണ് അവിടെ കാണുന്നത്. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലിൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം. ഒരിക്കൽ മാത്രം, ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ല, ഇനിമേലിൽ സംഭവിക്കുകയും ഇല്ല. അങ്ങനെയുള്ള ഒരു പീഡനകാലത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുതന്നെയാണ് ഫിലദൽഫിയ സഭയോടും കർത്താവ് പറയുന്നത്. ഭൂതലത്തിൽ എങ്ങും ഉള്ളവരെ പരീക്ഷിപ്പാൻ ഉള്ള പരീക്ഷാകാലം. സോ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. സർവലോകത്തിലും ഒരേപോലെ സംഭവിക്കുന്ന ഒരു പ്രശ്നം. സ്തോത്രം. സർവലോകത്തിലും. അത് കൊറോണ പോലെയുള്ള ഒരു മഹാമാരിയൊന്നുമല്ല. അതൊരു രോഗമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ലോകത്തിലും ഉണ്ടായി. എന്നാൽ ചില പ്രദേശങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ഭക്തിയും ആരാധനയുമായി ബന്ധപ്പെട്ടതുമായ ഒരു പരീക്ഷാകാലമാണ്. ഇപ്പോൾ ഉണ്ടായ കൊറോണ എന്ന മഹാമാരിയോ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പലതരത്തിലെ മഹാമാരികളോ ലോകവ്യാപകമായി ഉണ്ടായി എങ്കിൽ കൂടെ അതൊന്നും വിശ്വാസപരമോ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതോ ഒന്നുമായിരുന്നില്ല. സാമ്പത്തിക ലോകത്തെയും ശാരീരിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന ചില സ്വാഭാവിക വിഷയങ്ങൾ മാത്രമായിരുന്നു. എല്ലാവർക്കും അതൊരുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന മഹാപീഡനം എന്നുള്ളത് കേവലം ശാരീരിക ജീവിതത്തെ മാത്രം ബാധിക്കുന്നതല്ല, സർവോന്മുഖമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആ പ്രശ്നം
വിശ്വാസപരവും അല്ലെങ്കിൽ ആത്മീയപരവും ഭക്തിപരവും ആരാധനാപരവും ഒക്കെ ആയതാണ്. ദൈവവുമായി ബന്ധപ്പെട്ടതാണത്. നമ്മുടെ ശരീരവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തെ ഈ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏതെങ്കിലും മഹാമാരിയുമായി ബന്ധപ്പെടുത്തരുത്. അതല്ല. മഹാമാരികൾ പലതുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. അതല്ല. ഇത് ആത്മീയമായ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെ ഇതുവരെ ലോകാരംഭം മുതൽ ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടായിട്ടില്ലാത്തതും ആവർത്തിക്കപ്പെടാത്തതുമായ ഒരു പീഡനകാലം, ഒരു പരീക്ഷാകാലം അത് വരാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് നൽകുന്നത്. സ്തോത്രം. എന്നാൽ വാഗ്ദത്തമുണ്ട്, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, കാരണം ഞാൻ നിന്നെ കാത്തുകൊള്ളും. സ്തോത്രം. അതെ, നമുക്കും അത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഒരു മഹാപീഡനം, മഹാ ഉപദ്രവകാലം വരുന്നു. നാമൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ തീവ്രവും ഘോരവുമായ നാളുകളായിരിക്കും അത് എന്ന് വിചാരിച്ച് സത്യസഭ അതിനെപ്പറ്റി ആകുലപ്പെടേണ്ട. അതിൽ നിന്ന് കർത്താവ് നമുക്ക് സംരക്ഷണം നൽകും. സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഇത്രയേ ഉള്ളൂ. അത് സംഭവിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ ഇവിടെ നിന്നും തിരുസന്നിധിയിലേക്ക് ചേർക്കും. ഇത്രേ ഉള്ളൂ. സഭയുടെ ഉൽപ്രാവണ അനന്തരം മാത്രമേ ആ മഹാപീഡനം സംഭവിക്കുകയുള്ളൂ. അതിന്റെ വിശദീകരണം നമുക്ക് മറ്റൊരിക്കലാകാം. എന്നാൽ ഇത്രയും പറഞ്ഞ് ഞാൻ വിടുന്നു. ഈ മഹാപീഡനകാലം യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് അറിയപ്പെടുന്നത്. എ ട്രബിൾസം ടൈം ഫോർ ജേക്കബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ്. മഹോപദ്രവകാലത്തിന്റെ ഉദ്ദേശം ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് ഒരുമിച്ച് ശിക്ഷ കൊടുത്ത് അവരെ അതിൽ നിന്നും വിമോചിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്താൽ സമയാസമയത്ത് കൊടുത്തു തീർക്കണം. പലർക്കും അതിന് സാധിക്കാറില്ല. അപ്പോൾ പിന്നെ ജപ്തി നോട്ടീസും ഒക്കെ വരും. ഒരു തരത്തിലും ഇവർക്കിത് കൊടുത്തു തീർക്കാൻ ഒക്കില്ല. ഒടുവിൽ ബാങ്ക് ഒരു പരിഹാരം കാണും. ഇത്ര രൂപ നിങ്ങൾക്ക് തരാനുണ്ട്, അതിന് നിങ്ങൾക്ക് വകയില്ല എന്ന് വന്നാൽ ലംസം ഒരുമിച്ച് ഇത്ര രൂപ ഒറ്റത്തവണയങ്ങ് അടച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം മാപ്പാക്കി തരാം. അങ്ങനെ പലരും പല സമയത്തും സർക്കാരുകളും ബാങ്കുകളും ഒക്കെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താറുണ്ട്. ഇത്ര കുടിശ്ശിക ഉള്ളവർ ഇത്ര രൂപ ഒരുമിച്ചടച്ചാൽ ബാക്കിയുള്ളത് ഇളവ് ചെയ്തു തരാം. ഇതുപോലെ ഇസ്രായേലിന്റെ പാപത്തിന് ദൈവം അവരെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പാപം എന്താണ്? They didn't identify my Messiah. Rejecting the Jesus Christ. Rejecting the Messiah. മശിഹായെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പാപം. യേശു കർത്താവ്
രാജാവായി യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ യെരുശലേമിനെ ഓർത്ത് കരഞ്ഞത് നമുക്കറിയാം. നിന്റെ സമാധാനത്തിനായുള്ളത് നീ കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിനെ മശിഹയായി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞതാണ് ഇസ്രായേലിന്റെ ഇന്നത്തെ പാപം. ബാക്കിയുള്ളതെല്ലാം അതിനിപ്പുറത്ത് കിടക്കുന്നതേ ഉള്ളൂ. പീലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ. വഴിയേ പോയ പാമ്പിനെ ഇവരെടുത്ത് തോളെ വെച്ചു. അത് പറഞ്ഞു, നിനക്ക് കുഴപ്പമില്ല, അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ പലിശ കൊടുക്കാൻ പോലും മുതലേ തൊട്ടിട്ടില്ല ഇതുവരെ. പ്രിൻസിപ്പൽ എമൗണ്ട് തൊട്ടിട്ടില്ല, ഇൻട്രസ്റ്റ് മാത്രം കൊടുത്തോണ്ടിരിക്കുക. അതും ഇതുവരെ തീർന്നിട്ടില്ല. കഴിഞ്ഞ 2000-ൽ പരം വർഷമായി യേശുവിന്റെ നിഷ്കളങ്ക രക്തത്തിന്റെ വില, അതിന്റെ പലിശ ഒടുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമുക്കറിയാം, കൊടുത്തോണ്ടിരിക്കുക ഇസ്രായേൽ. പക്ഷെ കൊടുത്തു തീർക്കാൻ പറ്റുമോ അവർക്ക്? ഇല്ല. അതുകൊണ്ട് ദൈവം തന്റെ കരുണയിൽ ഒരു വ്യവസ്ഥ വെക്കാൻ പോവാ. ഒരുമിച്ച് ലംസമായിട്ട് കുറച്ച് തുക അങ്ങ് അടച്ചേരെ, എന്നാ ബാക്കി അങ്ങ് മാപ്പാക്കാം. അതിനുവേണ്ടി ഇസ്രായേലിനെ അവരുടെ പാപത്തിന്റെ ശിക്ഷയായി, അവരുടെ ജഡത്തിൽ കഷ്ടം വരുത്തുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മഹാപീഡനകാലം. ദാനിയേൽ 9-ാമത്തെ അധ്യായത്തിൽ ദാനിയേലിന് ദൈവം 70 ആഴ്ചവട്ടം എന്ന ഒരു കണക്ക് വെളിപ്പെടുത്തി. അത് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വിശദമാക്കാം. ഇപ്പൊ ഞാനതൊന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. 70 ആഴ്ചവട്ടം. അതിൽ 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടം തീർന്നു. 24-ാം വാക്യം ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഡാനിയേൽ 9:24, 9:24. അതിക്രമത്തെ തടസ്സം ചെയ്തു പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അതിന്റെ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 6 കാര്യങ്ങളുണ്ട്. അതിലേക്കും ഇന്ന് വരുന്നില്ല, പിന്നീട് വരാം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വരാം. നിനക്കും ആർക്കാ നിയമിച്ചിരിക്കുന്നത്? ഇത് നിനക്കും ഹോളി സിറ്റി, വിശുദ്ധ നഗരത്തിനും. അതായത് വിശുദ്ധ നഗരം ഇവിടെ യെരുശലേമാണ്. നിന്റെ ജനം എന്ന് പറയുന്നത് ദാനിയേലിന്റെ ജനം, ഇസ്രായേൽ. അപ്പോൾ ഈ 70 ആഴ്ചവട്ടം എത്ര നിയമിച്ചിരിക്കുന്നു? 70 weeks. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ 70 ആഴ്ചവട്ടം വേറെ ആർക്കും വേണ്ടിയല്ല, യെരുശലേമിന് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയുമാണ്. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചോ മാമേ. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും
കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 70 ആഴ്ചവട്ടത്തിന്റെ വിഭജനമാണ് നാം അവിടെ കാണുന്നത്. രണ്ടായിട്ടാണ് അതിനെ വിഭജിക്കുന്നത്. ഒന്നാമത്തെ വിഭജനത്തിൽ 7 62 ആഴ്ചകൾ. ഇപ്പോൾ 7 62 എന്ന് പറഞ്ഞാൽ എത്രയായി? 69. 69. അപ്പോൾ 69 പിന്നെ ഒരാഴ്ചയും, അങ്ങനെ 69 + 1 69 1 എന്ന തരത്തിൽ രണ്ടായിട്ടാണ് ഈ 70 ആഴ്ചവട്ടത്തെ വിഭജിച്ചിരിക്കുന്നത്. എന്നാണ് അത് തുടങ്ങുന്നത്? 70 ആഴ്ചവട്ടം എണ്ണിത്തുടങ്ങേണ്ടത് എപ്പോഴാണ്? 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, from the going forth of the commandment to restore and to rebuild Jerusalem. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ആണ് ഈ 70 ആഴ്ചവട്ടത്തിന്റെ തുടക്കം. 69 ആഴ്ചവട്ടം അല്ലെങ്കിൽ 69-ാമത്തെ ആഴ്ചവട്ടം എപ്പോഴാ തീരുന്നത്? എപ്പോൾ വരെയാണത്? അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നവരെ. അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ മെസ്സായ, എന്ന് പറഞ്ഞാൽ ക്രിസ്തു. ക്രിസ്തു ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ. അപ്പോൾ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ യേശുവിന്റെ ക്രൂശീകരണം വരെ 69 ആഴ്ചവട്ടങ്ങൾ തീരും. അത് തീർന്നു. ഇനിയും ആ 70 ആഴ്ചവട്ടത്തിൽ ഒരാഴ്ചവട്ടം ബാക്കിയുണ്ട്. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. അതിന്റെ കണക്കുകൾ മുമ്പേ പറഞ്ഞതുപോലെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഒരാഴ്ചവട്ടം 7 വർഷമാണ് ഇവിടുത്തെ കണക്ക്. 7 ദിവസമല്ല, 7 വർഷങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ശേഷിക്കുന്നത് 70-ാം ആഴ്ചവട്ടമാണ്. 70th week in these 70 weeks is left out. 69 weeks are over, beginning from the going forth of the decree of the Persian king to rebuild Jerusalem during the time of Nehemiah until the crucifixion of the anointed one, the Messiah. 69 weeks are over now. Now, between the 69 and 70, the church age has come. Now, for Israel and for Jerusalem, one more week. That means 7 years more left out. And that 70th week will be reigned by the last human government, that of Antichrist. So those 7 weeks, 7 years are left out. And those times are known as the tribulation or the trouble of Jacob. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ 7 വർഷങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ശേഷിച്ചിരിക്കുന്ന 70-ാം ആഴ്ചവട്ടമാണ്. 70 ആഴ്ചവട്ടവും 70-ാം ആഴ്ചവട്ടവും നമ്മൾ കൺഫ്യൂസ് ആകരുത്. 70-ഉം 70-ാം ആഴ്ചവട്ടവും. അപ്പോൾ
യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. ആരാണ് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിതത്? കോരേശിന്റെ ഓർഡർ. അല്ല, നെഹമ്യാവ്. നെഹമ്യാവാണ് യെരുശലേമിനെ പണിതത്. യെരുശലേമിന്റെ മതില് പണിയെ കുറിച്ച, സിറ്റി വാൾസിനെ കുറിച്ച. കോരേശിന്റെ സമയത്ത് ദേവാലയം പണിക്കുള്ള കൽപ്പനയാണ് പുറപ്പെട്ടത്. അത് സെരുബാബേലാ ചെയ്തത്. അത് ഏതാണ്ട് 538 BC-ല, 538 BC. എന്നാൽ ഇത് സംഭവിക്കുന്നത് 5th സെഞ്ച്വറിയില, ഏതാണ്ട് 445-ല, 445 BC-ല, നെഹമ്യാവിന്റെ കാലം. അപ്പോൾ നെഹമ്യാവിന് അർത്ഥഷഷ്ട രാജാവ് യെരുശലേം നഗരത്തെ പുതുക്കി പണിയാൻ, മതില് പണിയാൻ കൽപ്പന കൊടുത്തത് മുതൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെയുള്ള സമയം, അതാണ് ഈ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. 69. എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക അനുസരിച്ച് 445 മാർച്ച് മാസം 14-ാം തീയതിയായിരുന്നു നെഹമ്യാവിന് മതില് പണിയാനുള്ള കൽപ്പന കൊടുത്തത്. അന്ന് മുതൽ ഇങ്ങോട്ടാണ് 69 ആഴ്ചവട്ടം. അത് നമുക്ക് പിന്നീട് അതിന്റെ ദിവസവും കണക്കും ഒക്കെ നോക്കാം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് 70-ാം ആഴ്ചവട്ടത്തെ കുറിച്ച് മാത്രമാണ്. ആ 70-ാം ആഴ്ചവട്ടമാണ് എത്ര വർഷമാണ്? 7 years. 7 years. ഒരാഴ്ചവട്ടം മീൻസ് 7 years. ഒരാഴ്ചവട്ടം 7 വർഷം. 70-ാം ആഴ്ചവട്ടം മാത്രമേ ഇനിയും അതിൽ ശേഷിക്കുന്നുള്ളൂ. ആ 70-ാം ആഴ്ചവട്ടം ആർക്ക് വേണ്ടിയാണ്? സഭയ്ക്ക് വേണ്ടിയാണോ? For the Israelites. സ്തോത്രം. അത് ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേലിനും യെരൂശലേമിനും വേണ്ടിയിട്ട് ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അത് സഭയ്ക്ക് വേണ്ടിയുള്ള സമയം അല്ല. സ്തോത്രം. സഭയ്ക്ക് വേണ്ടിയുള്ള സമയം അല്ല. ഈ മഹാപീഡനകാലം ബാധിക്കുന്നത് രണ്ട് കൂട്ടരേ ഉള്ളൂ. The Gentile world and the Jewish world. ജാതീയ ലോകത്തെയും യഹൂദ ലോകത്തെയും മാത്രമേ മഹാപീഡനകാലം ബാധിക്കുന്നുള്ളൂ. നമ്മൾ ഇതിൽ ഏതിൽപ്പെട്ടവരാ? ഇതിൽ രണ്ടിലും ഇല്ല നമ്മള്. തെറ്റിയാലും സാരമില്ല, പറഞ്ഞു. ഇല്ല, നമ്മൾ ഇത് രണ്ടിലും ഇല്ല. തെറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചതും, അതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, ആക്ച്വലി നമ്മൾ സഭയാണ്. അന്നേരം സഭയെന്ന് പറയുന്ന ജാതികളും യഹൂദന്മാരും എല്ലാരും ഉണ്ട്. അന്നേരം സഭ ഇവിടെ ഇല്ല. സഭയില്ല. ഓക്കെ, ആനി സിസ്റ്റർ, യു ആർ റൈറ്റ്. Neither. കേൾക്കുന്നില്ല. ഓ സോറി, ആരൊക്കെ പറഞ്ഞു. എന്റെ ഇയർഫോൺ മാറിക്കിടക്കാന്ന് കേട്ടില്ല. പ്ലീസ് വൺസ് അഗൈൻ. സൗമ്യമാമയും ജോയ്ക്കുട്ടിച്ചാനും ജോച്ചാനും ഒക്കെ പറഞ്ഞതായിട്ട് തോന്നുന്നു. നമ്മൾ ഈ രണ്ടു കൂട്ടത്തിലും ഇല്ല. സഭ പോയി കഴിയും. ഓക്കെ, ഗുഡ്.
സ്തോത്രം. ജാതികളെയും യഹൂദന്മാരെയും മാത്രമേ മഹാപീഡനകാലം ബാധിക്കൂ. അവർക്ക് രണ്ടു കൂട്ടർക്കും വേണ്ടിയുള്ളതാണ് മഹാപീഡനകാലം. എന്നാൽ നാം ഇതിൽ രണ്ടിലും പെടുന്നില്ല. നാം ഉൾപ്പെടുന്നത് ദൈവസഭ എന്ന ഗണത്തിലാണ്. 1 കൊരിന്ത്യർ 10:32 നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ വായിച്ചോളൂ ഈ സമയത്ത്. 1 Corinthians 10:32. ഞാനും യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇല്ലാതാകുവിൻ. ഇന്ന് ലോകത്തിലുള്ള സമൂഹത്തെ പുതിയ നിയമം തരം തിരിക്കുന്നത് ഈ 3 ഗണത്തിലാണ്. യഹൂദൻ, യവനൻ, ദൈവസഭ. ഇതിൽ മഹാപീഡനം സ്പർശിക്കുന്നത് യഹൂദനെയും യവനനെയും മാത്രമാണ്, ദൈവസഭയല്ല. അതുകൊണ്ട് ഈ 70-ാം ആഴ്ചവട്ടത്തിന്റെ തുടക്കത്തിന് മുമ്പേ ദൈവം തന്റെ സഭയെ തിരുസന്നിധിയിലേക്ക് ചേർക്കും. അതാണ് ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് ഇവിടെ കൊടുക്കുന്ന വാഗ്ദത്തം. ഭൂതലത്തിലുള്ള സകലരെയും പരീക്ഷിക്കുവാൻ ഉണ്ടാകുന്ന പരീക്ഷാകാലം, അങ്ങനെയൊന്നും ഉണ്ടാകും എന്ന ഒരു മുന്നറിവ് കർത്താവ് കൊടുക്കുക. പക്ഷെ അതിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട, ദൈവം അതിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. സഭയ്ക്ക് ഇതിൽ ഭയപ്പെടാനായിട്ട് ഇല്ല. സ്തോത്രം. എന്നാൽ ഇങ്ങനെയൊന്ന് സംഭവിക്കും എന്ന അറിവ് നമുക്ക് വേണമെന്ന് പറയും. സ്തോത്രം. അപ്പോൾ കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുന്ന രണ്ടാമത്തെ മുന്നറിയിപ്പാണ് ഒരു മഹാപീഡനത്തെ കുറിച്ചുള്ള, ലോകം എങ്ങും സംഭവിക്കാനിരിക്കുന്ന ഒരു പരീക്ഷാകാലത്തെ കുറിച്ചുള്ള സൂചന. എ വാർണിംഗ് ഇൻഫർമേഷൻ to the church at Philadelphia about a universal time of temptation, hardship, and tribulation. But the church has nothing to fear because God is promising here security or deliverance from this particular time of tribulation. മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഇവിടെ കർത്താവ് പറയുന്നത് I will keep you in എന്നല്ല, I'll keep you from എന്നാണ്. ഈ വെളിപ്പാട് 3:10 ആ മഹാപീഡന അല്ലെങ്കിൽ ആ പരീക്ഷാ കാലത്തിൽ അതിനകത്ത് ഞാൻ നിന്നെ സൂക്ഷിക്കുമെന്നല്ല. ഗ്രീക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഔട്ട് ഓഫ്, ഫ്രം ദിസ് എന്ന അർത്ഥത്തിലാണ്. നോട്ട് ഇൻ, you will be kept from, not you will be kept in. അതിൽ നിന്നെ സൂക്ഷിക്കുമെന്നല്ല, അതിൽ നിന്ന് നിന്നെ സൂക്ഷിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതിൽ നിന്ന്. അതുകൊണ്ട് ഈ മഹാപീഡനത്തെ പറ്റി നമുക്ക് ആകുലപ്പെടുവാനായിട്ട് ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം.
ജെറമായ ചാപ്റ്റർ 30 വേഴ്സ് 7. യിരെമ്യാവ് 30:7 വാക്യം. ആ നാൾ പോലെ വേറെ ഇല്ലാതവണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. യാക്കോബിന്റെ കഷ്ടകാലം, യാക്കോബിന്റെ കഷ്ടകാലം. യെഹെസ്കേൽ 30:3 വാക്യവും കൂടെ. എസെക്കിയേൽ 30 വേഴ്സ് 3. അതേ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. ജാതികളുടെ കാലം, ജാതികളുടെ കാലം. അപ്പം ജാതികളെയും യഹൂദന്മാരെയും മാത്രം സംബന്ധിക്കുന്നതും ബാധിക്കുന്നതുമായ ഈ കാലത്ത് സഭ കർത്താവിനോട് കൂടെ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കും എന്നുള്ള വാഗ്ദത്തവും ഈ മുന്നറിയിപ്പിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം ആരും ആ പീഡനകാലത്തിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നമ്മെ ക്രിസ്തുവിന്റെ സഭയിൽ കർത്താവിനോടുള്ള വിധേയത്വത്തിൽ സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മഹാപീഡനത്തെക്കുറിച്ച് ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതിന് അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യമായ സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളതുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ബാക്കിയുള്ള സംശയങ്ങൾ അല്പം കൂടെ കാത്തുവെച്ചേക്കുക. എങ്കിൽ മൂന്നാമത്തെ മുന്നറിയിപ്പ്, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിലും കർത്താവ് പറയുന്നു 11 വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ മതി ശരീരം ആരും മതി മതി ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I come quickly. പോസിറ്റീവായ മുന്നറിയിപ്പാണിത്. ഞാൻ വരിക, ഒരുങ്ങിയിരുന്നോ? നമ്മളൊക്കെ ചിലപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ സഭയിലെയോ ഒക്കെ ആരെയെങ്കിലും കൂടെ നമ്മുടെ വണ്ടികൾ കൊണ്ടുപോകും. അപ്പൊ നമ്മള് ഇറങ്ങാൻ നേരം അവരെ വിളിച്ചു പറയും, ഞങ്ങൾ ഇറങ്ങി കേട്ടോ, ഇത്ര മിനിറ്റിനകം ഞങ്ങൾ അവിടെ എത്തും. പേടിപ്പിക്കാനല്ല, അപ്പോഴത്തേക്കും ഒരുങ്ങിയിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. അതുപോലെ കർത്താവ് ഇവിടെ പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ട് കൂടുതൽ ആവർത്തനത്തിന്റെ ആവശ്യമില്ലല്ലോ. കർത്താവിന്റെ വരവ് നാം ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. സ്തോത്രം. അതുകൊണ്ട് വെളിപ്പാടിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്നത്, നീതി ചെയ്യുന്നവൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതായത് നാം പാപത്തിലേക്ക് ഇറങ്ങിപ്പോകരുത്. കുറച്ചു ദിവസം മുമ്പും നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ആവർത്തിച്ചു പറയട്ടെ. നമ്മൾ ഒരുപക്ഷെ പാപം ചെയ്തുകൊണ്ടിരിക്കുക, ആ സമയത്താണ് കർത്താവ് വരുന്നതെങ്കിലോ? സ്തോത്രം. ഞാനും രാജ്യബ്രദറും കൂടെ വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തീർക്കാനുള്ള, ഒന്ന് സോറി പറയാനുള്ള, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ബ്രദറെ എന്ന് പറയാനുള്ള സമയം കിട്ടും അവിടെ.
ഇല്ല, കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു കുടുംബം, അപ്പനും അമ്മയും മകനും കൂടെ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറി. ഫുഡ് ഓർഡർ ചെയ്തു, ആഹാരം കൊണ്ടുവന്ന് വെച്ചു. ആഹാരം കൊണ്ടുവച്ചതും ആ വീട്ടുടമസ്ഥൻ, ആ പിതാവ് അവിടെ തന്നെ ആഹാരത്തിന്റെ മുകളിലേക്ക് കുഴഞ്ഞു വീണു. മരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നാം എന്തെങ്കിലും അരുതായ്മയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ കർത്താവ് വരികയോ അല്ല നമ്മൾ മരിക്കുകയോ ചെയ്താൽ എന്താകും ഗതി? ഞാൻ മറ്റൊരാളിനോട് വേറെ ഒരാളിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ, ഞാന് ടിവിയിലോ കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിലോ അരുതാത്ത എന്തെങ്കിലും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കാൻ കർത്താവ് ഫിലദൽഫിയോട് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു. സ്തോത്രം. യെസ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കൈവിടപ്പെടും. Even if it is a one-off thing, Pastor Ji. See, whatever. Yes, the last moment, the very moment of our death or Christ coming. At that time, what we were, how we were. No past righteousness will help us. If we get a chance or a time to rectify, it's good, it's well. So far we got, but it is not necessary that we will be getting it all along our ways. അതുകൊണ്ടാണ് ഭക്തന്മാര് പ്രാർത്ഥിക്കാറുണ്ട്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പെട്ടെന്നുള്ള മരണം, അതായത് ചിലപ്പോൾ ചില കാര്യങ്ങൾ അൺസെറ്റിൽഡ് ആയിട്ട്, അൺസെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളെ കുറിച്ചല്ല, വിൽപ്പത്രം എഴുതിയില്ല, മക്കൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ഇതല്ല അൺസെറ്റിൽഡ് എന്നെ ഇവിടെ ഉദ്ദേശിച്ചത്. അതൊക്കെ ഭൗമിക തലത്തിൽ നമ്മൾ ചെയ്യണം, അത് വേറെ കാര്യം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പാപവുമായി ബന്ധപ്പെട്ട, വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വരുത്താൻ നമുക്കുണ്ടാകും. അങ്ങനെ ക്രമീകരണങ്ങൾ വരുത്താത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം കർത്താവിന്റെ വരവോ നമ്മുടെ മരണമോ എപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. സ്തോത്രം. ഞാൻ ചിലപ്പം എൻ്റെ ഭാര്യയോട് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് വീട്ടിലിരിക്കാൻ എനിക്ക് മനസ്സില്ലാതെ ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങി പോകുമ്പോഴായിരിക്കും എനിക്ക് മരണം സംഭവിക്കുന്നത്. ഇതിന് ശേഷം പരിഹരിക്കാൻ സമയമില്ലല്ലോ. ഇത് നമുക്ക് വളരെ പ്രയാസമായിട്ടൊക്കെ തോന്നും അല്ലേ? ദൈവം അങ്ങനൊക്കെ ചെയ്യുമോ? വേദപുസ്തകം അങ്ങനെയാ പറയുന്നത്. What is our last moment? How is our last moment? സ്തോത്രം.
ഞാനും എൻ്റെ പെങ്ങളും കൂടെ കുറച്ചു നാളിന് മുമ്പ് തിരുവല്ലയില് ഒരു ബസ് കാത്തു നിന്നു. നല്ല വെയില്. അതിനുശേഷം ഞാൻ ഒരാഴ്ച കിടപ്പിലായി. എൻ്റെ തിരിച്ചിങ്ങോട്ടുള്ള വരവ് പോലും, ടിക്കറ്റ് പോലും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും. അത്ര വെയിലും കൊണ്ട് ഞങ്ങൾ കുറേ നേരം ആ ബസ് കാത്ത് അവിടെ നിന്നു. അടുത്തുള്ള കടക്കാരോട് ചോദിച്ചു, എപ്പോഴാ വണ്ടി വരുന്നേ? ഇന്ന സമയത്ത്. അത് കഴിഞ്ഞു അല്പം കൂടെ ഒക്കെ ഞങ്ങൾ അവിടെ നിന്നു. ഒടുവിൽ പിന്നെ വിചാരിച്ചു, ഓ ഇനിയിപ്പോ വണ്ടി വരത്തില്ലായിരിക്കും, എന്നാ പിന്നെ വേറെ ക്രമീകരണം വല്ലതും ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അധികം ആയില്ല, ഒരു 2 മിനിറ്റായി കാണും. അപ്പോഴേക്കും ഈ വണ്ടി ചൂളം വിളിച്ചതിലേക്ക് പോയി. അത്രയും നേരം കാത്തു നിന്നു. പിന്മാറ്റത്തിന് ഒരു നിമിഷം മതി, ഒറ്റ നിമിഷം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 33 മുതൽക്കുള്ള വാക്യങ്ങളിൽ ഭക്തൻ പറഞ്ഞത്, ഹീബ്രൂസ് 10:33 ഫോളോയി, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. പിന്നെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നമുക്ക് എന്ത് വേണം? സഹിഷ്ണുത നമുക്ക് ആവശ്യം. അതിനെന്ത് ചെയ്യണം? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലോ ദൈവത്തിന്റെ ഉള്ളത്തിന് ആ പിന്മാറുന്നവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, പിന്നെ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഒരു നിമിഷം മതി വീഴാൻ, ഒറ്റ നിമിഷം. അവർ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടാം. കരുണാമയനായ ദൈവമല്ലേ, അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാം. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസം ചിലപ്പോൾ തോന്നിയെന്നും ഇരിക്കും. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. നാം പിന്മാറുന്നെങ്കിൽ എവിടേക്കാ പിന്മാറുന്നത്? There is no neutral place to backslide, to slip away. No neutral place. സ്തോത്രം. പിന്മാറിയാൽ നാശത്തിലേക്കാണ്. പിന്മാറ്റത്തിന് ഒത്തിരി സമയം വേണ്ട, ഒരു നിമിഷം മതി വീഴാൻ, ഒറ്റ നിമിഷം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, സ്തോത്രം, 22-11 22:11 റെവലേഷൻ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഞാൻ വേഗം വരുന്നു. എത്രയും വേഗം വരുന്നു. നീതി വിട്ട് അനീതിയിലേക്ക് പോയ ഒരു നീതിമാന് അവന്റെ അനീതി കഴുകിക്കളഞ്ഞ് നീതിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം ഇല്ല. അത്രയ്ക്കും എളുപ്പം ഞാൻ വരുന്നു.
മനസ്സിലായോ? അഴുക്കുള്ളവൻ അല്ലെങ്കിൽ വിശുദ്ധൻ വിശുദ്ധി വിട്ട് അശുദ്ധിയിലേക്ക് വീണു. ആ വീണ അശുദ്ധിയുടെ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് കഴുകി പഴയ വിശുദ്ധിയിലേക്ക് വരാനുള്ള നേരമില്ല. അതിനു മുമ്പേ ഇതാ ഞാൻ വരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പം ഇങ്ങനെ വേറൊരാൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുക. അപ്പോഴാണ് നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, ഇറങ്ങിയോ? എനിക്കൊന്ന് കുളിച്ചിട്ട് വരാൻ നേരമുണ്ടോ? പെട്ടെന്ന് ഇറങ്ങാം. അപ്പൊ ഈ പുള്ളി പറയാ, ഇല്ലില്ല, ഞങ്ങൾ ഇറങ്ങി, കുളിച്ചിട്ട് വരാനുള്ള നേരമില്ല, ഇപ്പൊ നിൽക്കുന്ന നിപ്പിൽ കയറിപ്പോരെ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് പോവാ, വേറെ നോക്കിക്കോ, വണ്ടി നോക്കിക്കോ, ഞങ്ങളും നിൽക്കുന്നില്ല. നമ്മൾ ചിലപ്പോ ചോദിക്കും, ഒരു ചായ കുടിക്കാൻ നേരമുണ്ടോ? ഇല്ല, അത് നമുക്ക് അങ്ങനെ കുടിക്കാം, ഇപ്പൊ കുടിക്കാൻ പോണ്ട. ഇപ്പൊ കുടിക്കാൻ പോയാൽ വണ്ടി മിസ്സാവും. ഇപ്പോഴൊക്കെ ഒരു വണ്ടി മിസ്സായാൽ കുഴപ്പമില്ല, നമുക്ക് വേറൊന്നിടത്ത് പോകാം. പക്ഷെ കർത്താവിന്റെ വരവിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. സ്തോത്രം. അതുകൊണ്ട് അത്ര ശ്രദ്ധാലുക്കളായി നാം ഇരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തന്മാരാരോ പണ്ട് പാടിയത്, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടമേ. ചന്തയിൽ കള്ളക്കച്ചവടം നടത്തുന്ന നേരത്താണോ, കള്ളം പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും നിൽക്കുന്ന സമയത്താണോ, കോടതിയിൽ പോയി കള്ളക്കേസ് വാദിക്കുമ്പോഴാണോ, ആർക്കറിയാം. എവിടെ വെച്ച് സംഭവിച്ചാലും നീ ഒരുങ്ങിക്കോ. സ്തോത്രം. അപ്പോൾ നമ്മുടെ മരണത്തിനും കർത്താവിന്റെ വരവിനും സമയം നിശ്ചയമല്ലാത്തത് കൊണ്ട്, നിമിഷങ്ങൾക്കകം സംഭവിക്കും എന്നതുകൊണ്ട് നാം അഴുക്കിലേക്ക് വീഴാതെ, പാപത്തിലേക്ക് വീഴാതെ ഇരുന്നു കൊള്ളണം. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചുകൊണ്ടും ഇരിക്കരുത്, അത്ര പെട്ടെന്ന് തീർത്തോണം. കോപം വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അതങ്ങ് മരണനിദ്രയായി പോയാൽ പിന്നെ നിത്യത വെച്ച് കാണുമ്പം സോറി പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അന്ന് പറഞ്ഞാൽ സോറി പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ പറഞ്ഞിട്ടും പ്രയോജനം ഇല്ലല്ലോ. കാരണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാനാണ് നാം കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടത്. സ്തോത്രം. അതാണ് ഇവിടെ മുന്നറിയിപ്പ്. ഇതാ ഞാൻ വേഗം വരുന്നു. മുമ്പോട്ട് പോകാമല്ലോ. Yes, sir. ഓക്കെ. സ്തോത്രം. നാലാമത്തെ കാര്യം അധികം വിശദമാക്കാതെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. 11-ാം വാക്യത്തിൽ തന്നെ, വെളിപ്പാട് 3:11 തന്നെ നമ്മൾ കാണുന്നു, നിനക്കുള്ളത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. അവിടെ നാം കാണുന്നത്, there is a warning that a possibility of losing your reward. A possibility of losing your reward. There is a possibility that you may
lose your reward. And therefore, you be careful. നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ വിശദീകരണമാണ് അവിടെ. ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നിനക്കുള്ളത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചു. ഒരു സാധ്യതയുണ്ട്. നാം ഓടി വളരെയധികം അധ്വാനിച്ചു, പക്ഷെ അവസാന നിമിഷത്തിൽ വന്ന് എല്ലാം ഉടച്ചു കളയരുത്. അതുകൊണ്ടാ യാഹേ നീയൻ ദൈവം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, വാഴ്ത്തും ഞാൻ നിന്നെ എന്ന് പറയുന്ന പാട്ടിനകത്ത് ആ ഭക്തനായ വർഗീസ് പാസ്റ്റർ പാടിയത്. സ്തോത്രം. പോർക്കള മുൻപിൽ പിന്മാറുകയോ, പടിവാതിലിൽ ഇനി ഞാൻ തളരുകയോ. സ്തോത്രം. എത്രയും ഓടി എന്നുള്ളതൊരു വിഷയമല്ല. സ്തോത്രം. നമ്മൾ കണ്ടിട്ടില്ലേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ? ചിലരുണ്ട് ലാസ്റ്റ് ലാപ്പ് വരെ മുമ്പിൽ നിന്നവരാ. ചിലപ്പോൾ ഒരു 10 മീറ്ററോ 5 മീറ്ററോ വേണ്ട 2 മീറ്ററോ ആയപ്പോഴേക്കും പുറകെ കിടന്ന ഒരുത്തം മുമ്പിൽ കയറി ഫസ്റ്റായി. അതുവരെ 5000 മീറ്ററിന്റെയോ 10000 മീറ്ററിന്റെയൊക്കെ ഓട്ടത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ ട്രാക്കിൽ ഓടിയവൻ അവസാന ലാപ്പിൽ വന്നപ്പോൾ പുറകിലായിപ്പോയി. അതുവരെ ഞാൻ ആ മുമ്പിൽ നിന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ വേൾഡ് കപ്പുകളിലൊക്കെ? ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പിൽ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും സെമി ഫൈനൽ വരെ എല്ലാ മത്സരങ്ങളും തോൽവി അറിയാതെ ജയിച്ചു വന്നു. ഫൈനൽ വന്നപ്പോൾ ഇന്ത്യ തോറ്റു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ക്രിക്കറ്റിന്റെ ആരാധകനൊന്നുമല്ല ഞാൻ. ഒരിക്കൽ അതിന്റെ ഭ്രാന്ത് എനിക്കുണ്ടായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മോചനം നേടിയതാ. ഇപ്പൊ ഭ്രാന്തൊന്നുമില്ല. വിഷമം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ ലാസ്റ്റ് കളി വരെ എല്ലാ കളികളും ജയിച്ച ഒരു ടീം, പക്ഷേ അവസാനത്തെ ഒറ്റ കളിയിൽ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്ന സിസ്റ്റം എനിക്ക് അത്ര അങ്ങോട്ട് സ്വീകാര്യമല്ല. ആ ഒരു വിഷമമുള്ള, അല്ലാതെ വിഷമമൊന്നുമല്ല. മനസ്സിലാക്കാണുമല്ലോ. അതുവരെയുള്ള മുഴുവൻ മാച്ചസും ജയിച്ചു എന്നുള്ളത് ഫൈനൽ വിന്നറിനെ, ഒടുവിലത്തെ വിജേതാവിനെ തീരുമാനിക്കാൻ ഒരു മാനദണ്ഡമല്ല. എങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിലെ ജീവിത വിജയമോ ശുശ്രൂഷ വിജയമോ ഒന്നും നമ്മുടെ നിത്യത നിർണയിക്കാൻ മാനദണ്ഡമല്ല. കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ നമ്മുടെ മരണസമയത്ത് നാം എങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ആരംഭത്തെക്കാൾ നല്ല ഒരവസാനം നമുക്കുണ്ടാകണം. What determines the destiny is not our past success, righteousness or holiness, but our condition at the very moment of our death or that of Christ coming. That's why the Bible urges you and me to have a good ending than a very good beginning. നിനക്കുള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അപ്പോൾ ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ഈ വെല്ലുവിളികളെയും മുന്നറിയിപ്പുകളെയും ഏറ്റെടുത്ത് വീഴാതെ വണ്ണം കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ ആ ഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം.
ഈ 3-4 കാര്യങ്ങളാണ് ഫിലദൽഫിയ സഭയോട് കർത്താവ് മുന്നറിയിപ്പുകളായിട്ട് പറയുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഇത് കാരണമാകട്ടെ. നാം ആരും വീഴാതിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.